അപ്പോൾ നമ്മള് നമ്മുടെ കോയമ്പത്തൂർ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് അല്ലേ? കോയമ്പത്തൂർ നമ്മൾ പോകുന്നത് നമ്മൾ പാലക്കാട്. നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ ഏകദേശം ഒരു 2 മണിക്ക് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ പോകുന്നത് നേരെ തൃശ്ശൂർക്കാണ്. തൃശ്ശൂർ നമ്മൾ നേരെ കൊല്ലംകോട് പോകും. കൊല്ലംകോട് നമ്മൾ കൽപ്പാത്തി പോകും അല്ലേ? കൊല്ലംകോട് നമ്മൾ കൽപ്പാത്തി പോകും. കൽപ്പാത്തി നമ്മൾ നേരെ കോയമ്പത്തൂർ. അതെ, ഞങ്ങൾക്ക് മില്ലി പോകണം ഗൈസ്. ഞങ്ങൾ കുറച്ച് തടി മില്ലി പോകണം. കുറച്ച് തടിയുടെ പരിപാടിയുണ്ട്. ഞങ്ങൾ ഞങ്ങൾ തടിയുടെ പരിപാടിയല്ല. അതെ ഗൈസ്, ഞങ്ങൾ തിരുപ്പൂര് പോകും. തിരുപ്പൂരിന്ന് തിരിച്ച് കോയമ്പത്തൂർ. ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ 2 പേര് മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ വേറെ 2 പേരും കൂടെ ഉണ്ട്. അത് അമ്മമാരെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? 2 പേരും നല്ല ഉറക്കത്തിലാണുള്ളത്. ഓക്കെ ഗൈസ്, ഡ്രൈവറാണുള്ളത്. ഞാനല്ല, ഇവനാണ് ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ ഇത്ര മതി, കണ്ടാ മനസ്സിലാവില്ല. അത് നമ്മൾ എടുത്തെടുത്ത് പറയണമല്ലോ. ഡ്രൈവ് ചെയ്യുന്നത് ഞാനാണ്. അതെ അതെ, മണ്ടത്തിലാണ് പറയുന്നത്. കേൾക്കാൻ നല്ല രസമുണ്ട്. സ്പൾബർ എന്നാണ് ഡ്രൈവറിന്റെ പേര്. സ്പൾബർ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണം. ഞാൻ പിന്നെ ഓവർ സ്പീഡുള്ള എന്ന് പറഞ്ഞാൽ സ്പോർട്സ് റേസിങ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ കാർ ഡ്രൈവ് ചെയ്യാറുള്ളൂ. എന്നിട്ട് ഞാൻ വണ്ടി ഓടിക്കാറില്ല. ഓൺ റോഡില്ല ഞാൻ. അതെ, കേരള റോഡുകളിൽ ഞാൻ വണ്ടി ഓടിക്കാറില്ല. സ്പൾബർ താങ്കളെ സൂക്ഷിച്ചു പോകണം. നമ്മളിപ്പോൾ GTA 5 ഒന്നും അല്ല ചെയ്യുന്നത് കേട്ടോ. സ്പൾബർ വേറെ തന്നെ പരിപാടി കാണിക്കുന്നത് ഗൈസ്. ഇത് ചെയ്യാനാണ്. അപ്പം ഡ്രൈവർ സ്പൾബറിൻ്റെ കൂടെയുള്ള നമ്മുടെ പാലക്കാടൻ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. നമ്മളിപ്പോൾ കാലടിപ്പാലം പാലത്തിൽ കയറിയൊക്കെയാണ് ഗൈസ്. ഭയങ്കര ഭംഗിയാണ് ഗൈസ് കാണാനായിട്ട്. പകലാണെങ്കിൽ ഇതിന്റെ അപ്പുറം ഇപ്പുറം എന്തൊരു അമ്പലമൊക്കെ ഉണ്ട്. ഐലൻഡ് പോലെ വന്നിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഭയങ്കര ഭംഗിയാണ്. വണ്ടി നല്ല ചാടുന്നു. റോഡ് നല്ല വളരെ മോശം റോഡാണ്. ദൂരം വണ്ടി ഉപയോഗിക്കുന്ന റോഡാണ്. കുളത്തിൽ അമ്പലമല്ല, അമ്പലത്തിൽ കുളം. അമ്പലത്തിന്റെ കുളം. ഞങ്ങളിപ്പം കൊല്ലംകോട്, പാലക്കാട് ജില്ലയിലെ കുളത്തിനകത്ത് അമ്പലം കാണാൻ പോകുന്നു. എൻ്റെ പോനടാ, രാവിലെ ഈ മ്യൂസിക് എന്തൊരു സീനല്ലേ. എന്നും കിട്ടുക അറിയാം, വല്ലപ്പോഴും കേൾക്കുമ്പോൾ ഒരു സുഖം. മനുഷ്യൻ ഉറങ്ങുന്ന സമയം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ചെല്ലഞ്ചേട്ടൻ്റെ ചായ. അതെ, ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലാണ്. നമ്മൾ യൂട്യൂബിലൊക്കെ വൈറലായ ചായക്കട. ക്യാമറമാൻ ക്രിസ്ത്യൻ ജോസഫ്. ഈ സെറ്റപ്പിലുള്ള ചായ. ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്: ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, ശുദ്ധമായ മണ്ണ്. എന്നിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ യൂട്യൂബിലൊക്കെ വൈറലായ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. ഞങ്ങൾക്ക് പാലക്കാട് നിന്ന് എത്തിയ ചേട്ടനാണ്. തൃശ്ശൂരാണ് വീട്. വിശ്വപാൽ അല്ല, അതിന് വിശ്വപാലല്ലേ, ധർമ്മപാൽ. ചേട്ടൻ ആർമി ഓഫീസറാണ്. അപ്പം നിനക്ക് തൊട്ടിൽ കെട്ടണം. അതിന് മറ്റേ ഇത് കെട്ടണം, ആദ്യം കന്യക ആയതുകൊണ്ട്. അല്ല, ചുമല റിബൺ. അത് കന്യകയായിട്ട് കൂട്ടാം. അവന് ചുമല റിബൺ ആദ്യം കെട്ടണം, അത് കഴിഞ്ഞ് തൊട്ടിൽ കെട്ടണം. അപ്പം സെറ്റാ. എനിക്ക് തൊട്ടിൽ മാത്രം മതിയാ. നിനക്കെന്നൊക്കെ ഞാൻ പറയുന്നില്ല. ഇതാണ് സീതാർകുണ്ട് വാട്ടർഫാൾസ്. പക്ഷേ ഇതെന്തോ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റാണ്. ഇതിൽ നിന്ന് വെള്ളച്ചാട്ടം കാണാനും പറ്റുമല്ല, ഒന്നുമേ കാണല്ലേ, ഫുള്ള് ഫെൻസ് ചെയ്ത് വെച്ചേക്കുക. ലോസാണ്. നമുക്ക് ആ വെള്ളം ചാടുന്നൊന്നും കാണാൻ ഒരു വ്യൂ ഇല്ല ഇതിൻ്റെ അകത്ത്. ചുറ്റും ഇങ്ങനെ ഫെൻസ് ചെയ്ത് വെച്ചേക്കുക.
ഇതിൻ്റെ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ് എടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറും. പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല. ചുറ്റുമുള്ള മൃഗങ്ങൾക്ക് നമ്മളെ കാണാനുള്ള സെറ്റപ്പാണ് ഇത്. മൃഗങ്ങൾക്കൊരു സ്പെഷ്യൽ മനുഷ്യനെ കാണാനുള്ള സെറ്റപ്പാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവൻ പറഞ്ഞ അലക്സ് പറഞ്ഞ ശരിയാണേ, അവരെ കളിയാക്കുന്ന പോലെ തോന്നുള്ളൂ. പിന്നെ ഒരുപാട് തെറിയായിരിക്കും. ഞാൻ നിർത്തിയാ നന്നായി. നന്നാവിന്റെ ഭാഗമായി ഞാൻ നിർത്തിയടാ. എന്നെ ഊക്കാൻ ഞാൻ തന്നെ നിൽക്കണം. ഞാൻ തന്നെയാണ് കഴിച്ചാൽ പറഞ്ഞത്. ഒരു വീടിന്റെ ഫ്രണ്ടിൽ ഇരിക്കുക, ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുക. ചേച്ചിയോട് ചേച്ചിന്നൊക്കെ ഒരു വീട് വിളിച്ചു. ഞാൻ പാലക്കാടാണ്. ഈ സൈഡ് ഡയലോഗ് അടിച്ചു. പാലക്കാടാണ് പറയുന്നത്. ചേച്ചി തെറി പറഞ്ഞു ഓടിച്ചു. തെറി പറഞ്ഞു ഓടിച്ചേര്. നമ്മള് പാലക്കാട് സ്റ്റൈൽ പിടിച്ചാണേ. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ പോകണം. അതുകൊണ്ട് വണ്ടി ഓഫ് ആക്കിയിട്ട് പോകണ്ടേ?